ആര്യൻ എങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു ഇന്നലത്തെ ടാസ്കിൽ ആര്യന് ഒരു പറ്റ് പറ്റിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് അത് ചളവായത്, ആ 2 ബോട്ടിൽസ് എവിടെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, ജിസേല് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗെയിം ആണോ കളിക്കുന്നത്, അതോ ജിസേല് ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങി നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? ഈ 2 കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് ആര്യൻ ഉൾപ്പെടെ പലരും പറഞ്ഞത് ആര്യന്റെ 2 നല്ല ബോട്ടിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും അനുമോൾക്ക് സാധിച്ചില്ല. സോ അനുമോളാണ് ആ ഒരു ടാസ്കിൽ വീഴ്ച വരുത്തിയതെന്ന് ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആര്യൻ നന്നായിട്ട് ടാസ്ക് കളിച്ചു. പക്ഷെ ടാസ്കിന് അവസാനം ആ ഒരു അക്സെപ്റ്റ് ചെയ്ത 2 ബോട്ടിൽസ് ജിഷിനും നെവിനും ജയിലിൽ കിടന്ന ഇവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരെ കൊണ്ട് കുടിപ്പിച്ചതോടുകൂടി ആര്യന്റെ ആ ഒരു ടാസ്കിന്റെ മേന്മയൊക്കെ അങ്ങ് നശിച്ചു പോയേ. അതുകൊണ്ട് അത് കാര്യമില്ല. പക്ഷേ അത് വളരെ തന്ത്രപരമായിട്ട് ആര്യൻ അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ട് അവിടെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ഷാനവാസും അനീഷും ഒന്നിച്ചൊന്നിച്ചാണ് ഇരിക്കുന്നത്. ഷാനവാസ് ഇത് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഷാനവാസ് അത് കറക്റ്റായിട്ട് കണ്ടോ എന്നുള്ളത് ഞാൻ ലൈവിൽ മിസ് ചെയ്തിട്ടുണ്ട്. സോ പലരും അത് കമന്റിൽ പറയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ശരി, അനീഷിന് മനസ്സിലായി. അനീഷ് അപ്പോൾ ആര്യനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അക്ബർ വന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും വന്നത്. അതായത് അക്ബർ പറയുന്നുണ്ട് അനീഷ് അത് നശിപ്പിച്ചു, ആ നശിപ്പിച്ചത് അനീഷ് ചീത്തയാക്കിയ ബോട്ടിൽസ് അതെന്ത് ചെയ്യേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ആര്യന്റെ ആ 2 ബോട്ടിൽസ് എവിടെ പോയി, ആ പോയ വഴി നിങ്ങൾ കണ്ടോ? അത് മിക്കവാറും അനീഷും ഷാനവാസും കൂടെ പ്ലാൻ ചെയ്ത് ലാലേട്ടന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ തന്നെ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അത് അവർ വിട്ടു പറയുന്നില്ല. സാധാരണ ഷാനവാസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത് അന്നേരം തന്നെ വിളിച്ചു കൂവേണ്ടതാണ്. പക്ഷെ അവരത് പറഞ്ഞിട്ടില്ല, അത് വിഴുങ്ങി. അപ്പോൾ ആര്യൻ ഇത് 2 നെവിനും ജിഷിനും ജയിലിൽ കൊണ്ടുപോയി കൊടുത്തത് കണ്ടിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതിനകത്ത് ജിസേലും അതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ശരി, അനീഷ് ഇത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ പോയ വഴി അത് എവിടെ പോയി, ആ ബോട്ടിൽസ് 2 എവിടെ പോയി എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അനീഷ്, അതായത് അനീഷും ഷാനവാസും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആര്യന് മനസ്സിലാകുന്നില്ല. ആര്യൻ അന്നേരവും അത് അനീഷിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് നോക്കിയത്. അതിനുശേഷം പിന്നെ ഈ ഒരു ജയിൽ നോമിനേഷനകത്ത് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അഭി അവിടെ പറഞ്ഞത്. അതായത് ഈ 50 ദിവസത്തിന് മുന്നേ ഉള്ള ജയിൽ നോമിനേഷൻസ് കംപ്ലീറ്റ്ലി തക്കാളി മോഷ്ടിച്ചത്, ക്യാരറ്റ് മോഷ്ടിച്ചത്, അല്ലെങ്കിൽ കാപ്പി എടുത്തത്, ഇതൊക്കെയായിരുന്നു വിഷയങ്ങൾ എങ്കിൽ അതിൽ നിന്ന് മാറാത്ത ഒരാളുണ്ട്. ബാക്കി എല്ലാവരും ഒരുപാട് മാറി. അതിൽ നിന്ന് മാറാത്ത വ്യക്തി ജിസേലാണ്. ജിസേലിന് അന്ന് തൊട്ടേ റൂൾ ബ്രേക്കിംഗ് ആണ്. മേക്കപ്പും വേണം, ഫുഡും വേണം, ഉറങ്ങിയും വേണം. ഇതൊക്കെയാണ് ജിസേലിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെ അന്ന് വളരെ എന്താ പറയാ, കുറച്ച് റൂഡായിട്ട് കൊടുത്തു എന്നുള്ളതാണ്, കണ്ടുപിടിച്ച് കൊടുത്തു എന്നുള്ളത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും അനുമോളോട് ഇത്രയും ദേഷ്യം. സത്യം പറഞ്ഞാൽ ജിസേലും ആര്യനും ഒക്കെ ഒരേ ക്യാരക്ടേഴ്സ് ആണ്. വെറും പാവങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നു. എനിക്ക് ആര്യൻ ശരിക്കും പറഞ്ഞാൽ വെറും പാവമാണ് കേട്ടോ, പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പക്ഷെ ജിസേലും അങ്ങനെയാണോ എന്ന് എനിക്ക് ഇന്നത്തെ ആ ഒരു ജയിൽ നോമിനേഷൻ കേട്ടപ്പോൾ തോന്നി. കാരണം എന്ന് വെച്ചാൽ ജയിൽ നോമിനേഷനിൽ ജിസേല് ആദ്യം നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്. അതിന് കാരണം അനുമോൾ എനിക്കൊരു ഇത്തിരി നല്ല ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി മാത്രം വെച്ച ചോറാണ്, അത് നെവിൻ കട്ട് കഴിച്ചു. ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നേനെയായിരുന്നല്ലോ, ചോദിക്കാതെ എടുത്ത് കഴിച്ചതുകൊണ്ട് ഞാൻ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ജിസേല്. ഇതുകൊണ്ടാണ് അഭി പറഞ്ഞത്. ബാക്കി എല്ലാവരും വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ജയിൽ നോമിനേഷന് റീസൺ ആയിട്ട് പറയുമ്പോൾ ജിസേൽ ഇപ്പോഴും നിൽക്കുന്നത് തക്കാളിക്കള്ളിയിലും കാപ്പിക്കള്ളിയിലുമാണ്. അതവിടെ കറക്റ്റായിട്ട് അഭി അവിടെ മെൻഷൻ ചെയ്തു. ദെൻ അതുപോലെ തന്നെ ആദിലയാണ് പിന്നെ ജിസേൽ നോമിനേറ്റ് ചെയ്യുന്നത്. അന്നേരം ആദില ക്യൂട്ട്നെസ് ഇടുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിസേൽ ആ ഒരു ഗെയിമിന്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ ജിസേലിന് പോയി. ജിസേൽ ഭയങ്കര കംഫർട്ട് സോൺ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പറയണം. കാരണം ഞാൻ ജിസേലിനെ കുറിച്ച് കുറ്റം മാത്രമേ പറയത്തുള്ളൂ. ഞാനിപ്പോൾ ജിസേലിനെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം ജിസേൽ ആ ഒരു തന്ത്രങ്ങളൊക്കെ വിട്ട്, അല്ലെങ്കിൽ ക്രൂക്കട്ട്നെസ് ഒക്കെ വിട്ട് വളരെ പാവം ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കതയോടെ ഇരിക്കുന്ന ഒരു ആളാണ് ഇപ്പൊ ജിസേൽ. അപ്പോൾ ഏതായാലും ശരി, ആര്യൻ ആ ടാസ്ക് നന്നാക്കിയതായിരുന്നു. പക്ഷെ അത് കൊണ്ടുപോയി ആ ബോട്ടിൽസ് കൊണ്ടുപോയി ജിഷിനും നെവിനും കൊടുത്തതോടുകൂടി ആര്യന്റെ ഗെയിം അവിടെ പൊളിഞ്ഞു പോയി. പക്ഷെ ഇന്നലത്തെ ടാസ്ക് ആര്യൻ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ആര്യൻ അവിടെ കള്ളക്കളി കാണിച്ചോ ഇല്ലയോ, കണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആര്യൻ അത് അടിപൊളിയാക്കി. പിന്നെ ജയിക്കാൻ എന്തായാലും ആര്യന് പറ്റിയില്ല. പക്ഷെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേൽ ഇവിടെ ഇപ്പോഴും മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് ആര്യന്റെ ടവലിന് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞ് അനുമോൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആര്യനും ജിസേലും കൂടെ ജിസേൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ആര്യന്റെ ടവലൊക്കെ കൊണ്ടുപോയി കഴുകിയിടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്ന ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു ഗെയിമിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ നിന്നൊക്കെ ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ജിസേൽ ഇപ്പോൾ ആ ഒരു പഴയ ആ ഒരു ആർജവമൊക്കെ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് പറയാം. ആര്യന്റെ ഗ്രാഫ് ഒന്ന് ഉയർന്നിട്ടുണ്ട് കേട്ടോ. ആര്യനെ ഞാൻ ഇനി എന്തായാലും ആ ഒരു ഗെയിമിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഗെയിം കുളമാക്കുന്നു എന്നൊന്നും എനിക്ക് ആര്യനെ കുറിച്ച് പറയാനില്ല. ഒരു ചെറിയ കയ്യബദ്ധം ഫാക്ടറി ടാസ്കിൽ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
സോ എന്തായാലും കമന്റ്സ് പോരട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.